ഹലോ, നമസ്കാരമുണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വണ്ടി ഷെവർലൈറ്റിൻ്റെ സ്പാർക്കാട്ടോ. സ്പാർക്ക് ഇത് LS മോഡലാണ്. ഷെവർലൈറ്റിൻ്റെ എല്ലാ സ്പെയറും കിട്ടും. എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ട് ഷെവർലൈറ്റിൻ്റെ സ്പെയറൊക്കെ കിട്ടുമോ, എന്താ സ്ഥിതി എന്നൊക്കെ. അപ്പോൾ ഷെവർലൈറ്റിൻ്റെ എല്ലാ സ്പെയറും കിട്ടുന്നുണ്ട്, സീനൊന്നുമില്ല. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഷെവർലൈറ്റിന് എല്ലാ സാധനവും കിട്ടും. കമ്പനി നിർത്തിപ്പോയാലും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് സ്പാർക്ക്. നമ്മുടെ ദേവു മോട്ടോഴ്സ് ഷെവർലൈറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ മാറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഇവർ സ്പാർക്കിലോട്ട് മാറ്റിയതാണ്. ശരിക്കും ഇത് 13 ഇഞ്ച് ടയേഴ്സൊക്കെ അതിന് വരിക. അതെ, 13 ഇഞ്ച് ടയേഴ്സ് ആട്ടോ ഇതിന്. അത്യാവശ്യം ഇത് 4 പുത്തൻ ടയറാണ്. 4 C8 ഒരുമിച്ച് എടുത്തതാണ്. ഇതിൻ്റെ ബേക്ക് ഭാഗം കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചത്. അത് കേട്ടോ അതിൻ്റെ ബേക്കൊക്കെ അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇത് 2008 വണ്ടിക്കൊക്കെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഈ റിവേഴ്സ് ലൈറ്റ് ഇവിടെ ആയിരിക്കില്ല, ഇത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു റൗണ്ടിൽ ഒരു ടൈലൈറ്റ് ചെറിയ വ്യത്യാസമുണ്ട് പഴയ മോഡലിന്. പുതിയ മോഡലിന് ഇതാണ് പുതിയ മോഡലിന് 2015 ശേഷം 2 മോഡലേ വന്നിട്ടുള്ളൂ. കാണാൻ ഇത് വലിയ സംഭവമായിട്ടുള്ള വണ്ടിയൊന്നുമല്ല. ഒരു ചെറുകിടക്കാരനെ കൊണ്ടുനടക്കാൻ പറ്റിയ നോക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വെറൈറ്റി ഷേപ്പൊക്കെ കേട്ടോ വണ്ടിക്ക്. സ്പാർക്ക് വന്നേക്കുന്ന വേരിയന്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്പാർക്കിന്റെ ഫസ്റ്റ് വേരിയന്റ് സ്പാർക്ക് തന്നെയുള്ള ഒരു ബേസ് ഓപ്ഷനും പിന്നെ സ്പാർക്ക് LS LT അതാണ് 3 വേരിയന്റാണ് വന്നേക്കുന്നത്. ഉൾഭാഗം ഒന്നും കുഴപ്പമില്ല. ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ബേക്ക് ഇച്ചിരി സ്പേസ് കുറവാണ്. എന്നാലും ചെറുകിടക്കാരന് ചെറുകിട വണ്ടി എന്നുള്ള നിലയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെയിൻ കംപ്ലൈൻറ്റ്സ് ഞാൻ അതിന്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഉൾഭാഗമൊക്കെ നിങ്ങളൊന്ന് കണ്ടു. അത്യാവശ്യം ഒരു റൂഫ് ലാമ്പ് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഇതിന്റെ ഇന്റീരിയറൊക്കെ നല്ല ക്ലീനാണ്. ഇത് AC ഓടുന്ന വണ്ടിയാണ്. ഇതിന് മീറ്റർ ബോർഡ് ഇവിടെ വരിക. ഇത് സെന്റർ കൺസോളിന്റെ ഇവിടെ ആയിട്ടാണ് വരിക. ഇതിന് എല്ലാ വണ്ടിക്കും സ്റ്റിയറിംഗിന്റെ നേരെ മുമ്പിലാണെങ്കിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അതല്ലാണ്ട് ഈ വണ്ടിക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അല്ലാണ്ട് ഈ മീറ്റർ ബോർഡിന്റെ കേസ് എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന മീറ്റർ ബോർഡ് നേരെ അങ്ങോട്ട് സൈഡ് ആയിട്ടാണ് എന്നൊരു വിഷയം. എനിക്കത് പൊതുവെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് അതിന്റെ മീറ്റർ ബോർഡ്. 2 AC വെന്റ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ താഴെ സെറ്റ്, തൊട്ട് താഴെ AC-ന്റെ ഇത് കൺട്രോളും. ഇത് കണ്ടോ, ഈ വണ്ടിന്റെ സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഡോർ പാഡിൽ ഫ്രണ്ട് റൈറ്റും ലെഫ്റ്റും അതേപോലെ തന്നെ 2 സ്പേസ്. പിന്നെ ഇതാ ഇവിടെ 2 ബോട്ടിലും ഒക്കെ അത്യാവശ്യം നല്ലൊരു സ്പേസ്. പിന്നെ ബേക്കിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ബേക്കിലും അവിടെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇതിന്റെ താഴെ ഗ്ലോ ബോക്സിന്റെ തൊട്ട് താഴെ ഒരു സ്പേസ് ഉണ്ട്. കോമൺ ആയിട്ട് ഓപ്പൺ, ഇതിനുള്ള സ്പേസ്. ഇത്ര സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഉള്ളിൽ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ നല്ല സ്പേസ് ആണ്. ഇതിനകത്ത് വന്നേക്കുന്ന സ്പാർക്ക് വേരിയന്റിനകത്ത് വന്നേക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ബേസിൽ വന്നേക്കുന്നത് ബേസ് മോഡലിൽ വന്നേക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഓൺലി AC മാത്രം, വേറെ ഒന്നുമില്ല. അതായത് പവർ വിൻഡോ അങ്ങനെ ഉള്ള ഒരു എക്സ്ട്രാ ഇതൊന്നുമില്ല. ഇത് LS-ലോട്ട് വരുമ്പോൾ എങ്ങനെയാ വെച്ചാൽ 2 ഡോർ പവർ വിൻഡോ വരും. ഈ ഡോറും പവർ വിൻഡോ വരും. പിന്നെ AC പവർ സ്റ്റിയറിംഗും വരും. അത്രേ ഉള്ളൂ LS-ലോട്ട് വരുമ്പോൾ. ഇത് LT-ലോട്ട് വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ 4 ഡോറും പവർ വിൻഡോ വരും. AC പവർ സ്റ്റിയറിംഗ് വരും. ഇൻബിൾഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ടാവും. പിന്നെ ഫോഗ് ലാമ്പ് ഉണ്ടാവും. റൂഫ് റെയിൽ ഉണ്ടാവും. ഒരു മേളിൽ റൂഫ് റെയിൽ വരും. അത് LT-ക്കാണ് വരല്. LS-നെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ LT-ക്കാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ LT-ക്കാ വരിക. അപ്പോൾ അത്രയാണ് LT-യിലുള്ളത്. ഫോഗ് ലാമ്പ് ഇത് മാത്രമാണ് തന്നെ. ഒരു 2010-11 വണ്ടിക്കൊക്കെ ഇപ്പൊ ഏകദേശം ഞാൻ നോക്കിയിട്ട് ഏകദേശം ഒരു മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ 11 LT ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 90 റുപ്യ കൊടുക്കാം. LT-ക്ക് ഒരു 90 റുപ്യോളം മാർക്കറ്റ് ഉണ്ട്. 2011 മോഡലൊക്കെ. 2011 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മോഡലുള്ള വണ്ടിയാണ്. ആ ഒരു വിലയ്ക്ക് നമുക്കൊരു സാധാരണക്കാരന് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി എന്ന് പറഞ്ഞാൽ മാരുതിന്റെ ഒരു വണ്ടിയും ആ വിലയ്ക്ക് നമുക്ക് കിട്ടിയില്ല. അങ്ങനെ മാറ്റമുണ്ട്. പിന്നെ സെൻട്രൽ ലോക്കും കൂടെ വരും കേട്ടോ LT-ക്ക്. അത് ഞാൻ പറയാൻ വിട്ടു ഒരു കേസാ. ഇതിന്റെ ബേക്ക് സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുന്ന് പോവാം. അത്യാവശ്യം ബേക്കിലൊക്കെ കുറച്ച് അപ്പറൈറ്റ് ആയിട്ട് ഇരിക്കുന്ന സീറ്റാണ്. ഫ്രണ്ടിലത്തെക്കാളും ബേക്ക് കുറച്ച് അപ്പറൈറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ബേക്കിൽ ഇരിക്കുന്നവർക്ക് ഇരിക്കാനൊക്കെ കുറച്ച് കംഫർട്ട് ആയിരിക്കും. ഇത്ര സ്പേസ് ഒക്കെ ഉള്ളൂ. പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ എയർ ഫിൽറ്റർ ഒക്കെ ഇവിടെ ഊരിട്ടേക്കുന്നത്. ഇത് എന്റെ ഡിക്കി സ്പേസ് കേട്ടോ. ഡിക്കി സ്പേസ് ഒക്കെ വലിയ കുഴപ്പമില്ല. 2 ബാഗൊക്കെ വെച്ചൊരു സാധാരണക്കാരനെ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ്. ടോർപ്പാടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റാണ്. ഇത് LS ആയതുകൊണ്ട് പവർ വിൻഡോ ഇല്ല ഇവിടെ ബേക്കില്. ബാക്കി സ്പേസ് വൈസിൽ അല്ല ഞാൻ പറയുന്നത്. സ്പേസ് കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ചെറുകിടക്കാരന് കൊണ്ടു നടക്കാൻ പറ്റിയ ചെറിയൊരു ടൗണിലോട്ട് ഇറങ്ങാനും ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കൊണ്ടു നടക്കാനും ഒക്കെ പറ്റിയൊരു വണ്ടി എന്നല്ലാണ്ട് വലിയ മാരക സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ നോക്കിയിട്ട് നമ്മുടെ ആൾട്ടോ വെച്ച് നോക്കിയാലും സെന്ന് വെച്ച് നോക്കിയാലും ഇപ്പോൾ 800 വെച്ചൊക്കെ നോക്കിയാലും അതിനേക്കാളിനൊക്കെ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ കൂടുതലുള്ള വണ്ടിയാണ് സ്പാർക്ക്. ഇതിന്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇതിന് മെയിനായിട്ട് മെക്കാനിക്കൽ പരമായിട്ട് വരുന്ന വർക്കുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ബോണറ്റ് വർക്ക് ചെയ്യാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അത് ഫ്രണ്ട് ഹെഡ്ലൈറ്റൊക്കെ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രസം എന്ന് പറയാനില്ല. ചിലർക്കത് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പാണ് മൊത്തത്തിൽ ചിലർക്ക് അങ്ങ് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ എനിക്ക് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഒരു
വെറൈറ്റീസ് ലുക്കുള്ളൊരു വണ്ടിയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഹാഷ് ബാക്ക് വണ്ടി പോലും അല്ല, എന്നാലൊരു ചെറിയൊരു 800 പോലെ ഒന്നും അല്ല, ഒരു ഉരുണ്ടിട്ടൊരു ഫ്രണ്ട് ബേക്കിലോട്ട് വരുന്ന ഒരു ടൈപ്പ് ഒരു ലുക്കാണ് ഈ വണ്ടിക്ക്. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം. ഇത് 1000cc 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള എഞ്ചിനാണ് അതിന്. 1000cc എനിക്ക് തോന്നുന്നു 1000cc വരുന്ന വണ്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ ടൈമിംഗ് ബെൽറ്റ് ഇൻ കേസ് പൊട്ടിയാലും വാൽവ് കുത്തിപ്പോവും. ഇതിന് പക്ഷെ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. ടൈമിംഗ് ബെൽറ്റ് നമ്മൾ മാറ്റാതെ റീപ്ലേസ് ചെയ്യാതിരുന്നിട്ട് ടൈമിംഗ് ബെൽറ്റ് പൊട്ടിയാലും ഇതിനെ വാൽവ് കുത്തുന്ന ഒരു കംപ്ലൈൻറ്റ് ഇതിന് വരില്ല. അത് പൊതുവേ 1000cc വരുമ്പോൾ നമ്മുടെ ആൾട്ടോയ്ക്കാണെങ്കിലും വാഗനറിനൊക്കെ ആണെങ്കിലും വാൽവ് കുത്തും. അങ്ങനത്തെ ഒന്നുമില്ല. 800 മാത്രമാണ് അങ്ങനെ വാൽവ് ഒന്നും കുത്താതെ ടൈമിംഗ് ബെൽറ്റ് മാറ്റാതെ പൊട്ടിക്കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ പൊട്ടിക്കഴിഞ്ഞാൽ വാൽവ് കുത്താതിരിക്കുന്നതിന് വേണ്ടി 800 മാത്രമേ ഉള്ളൂ മാരുതിയിൽ കേട്ടോ. അപ്പോൾ ഇതിന് കംപ്ലൈൻറ്റ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇഗ്നിഷൻ കോയിൽ, ഇതാണ് ഇതിൻ്റെ ഇഗ്നിഷൻ കോയിൽ. ഇതിന് ഒറിജിനലാണ് 5900 വിലയുണ്ട്. ഒറിജിനൽ ത്രോട്ടൽ ബോഡി ഈ രണ്ട് സാധനമാണ് ഇതിന് മെയിനായിട്ട് കോസ്റ്റ് ഉള്ള ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ. ഇത് രണ്ടും വരിക. ഇതിന് 15000 വിലയുണ്ട് ത്രോട്ടൽ ബോഡിക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് RPM ഇങ്ങനെ കയറി ഇറങ്ങി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു മിസ്സിങ് പോലെ ഇങ്ങനെ കാണിക്കില്ലേ. മിസ്സിങ് പോലെ അല്ല, RPM ഇങ്ങനെ കയറി ഇറങ്ങി കാണിക്കുന്ന കംപ്ലയിൻസ് വരുന്നതെന്ന് വെച്ചാൽ ത്രോട്ടൽ ബോഡിയിൽ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ആ സംഭവം വരിക. RPM കയറി ഇറങ്ങി കാണിക്കുന്ന ത്രോട്ടൽ ബോഡി കംപ്ലയിൻ്റ് ആകുമ്പോഴാണ്. ഈ ത്രോട്ടൽ ബോഡി ഒറിജിനൽ ചിലപ്പോൾ അത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വയറിംഗ് കിറ്റ് അടക്കം വരേണ്ടി വരും. അപ്പോൾ ഒരു 18 രൂപയോളം ഒറിജിനലാണെങ്കിൽ വില വരും. അപ്പോൾ ഇത് പൊതുവെ കോട്ടയം നിന്നൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ട് വരലുണ്ട് ഈ സാധനം. കോട്ടയം നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്നാളെ ടീമിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേ ഇതിന് 6000 രൂപ കൊടുത്തിട്ട് എടുത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞത്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് കോട്ടയം എടുത്താലും സാധനം കയറ്റി അപ്പോൾ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻറ്റ് മാറിയോ ഇല്ലയോ എന്ന് നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ആ മിസ്സിങ് പോയാൽ അപ്പോൾ തന്നെ ജസ്റ്റ് ഇത് അയച്ചു കൊടുക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് അയച്ചു കൊടുക്കും. ഇതൊരു 1800 രൂപയ്ക്ക് ഓയി സാധനം അല്ലാത്ത സാധനം കിട്ടും. നമ്മളിവിടെ നാട്ടിലുണ്ട്. ഇത് ഒരുപാട് പോലുണ്ട്. ഇത് കൂടുതലൊക്കെ പോലുണ്ട്. അതൊന്നും വലിയ കോസ്റ്റ്ലി ഉള്ള സംഭവമല്ല. 1800 രൂപയ്ക്ക് ഇതിൻ്റെ ഇഗ്നിഷൻ കോയിൽ കിട്ടും. അതും വേണേൽ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. വലിയ കുഴപ്പമില്ല. അത് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിന് പിന്നെ ബൂസ്റ്റ് ബ്രേക്കിംഗാണ് വരിക. ഇതിന് പിന്നെ എന്താ വെച്ചാൽ ഹെഡ് കംപ്ലയിൻറ്റ് വരലുണ്ട്. ഇതിൻ്റെ കൂളൻറ്റും സിസ്റ്റം കാര്യങ്ങളും അതിൻ്റെ വാട്ടർ പമ്പോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വന്നെങ്കിൽ ഹെഡ് കംപ്ലയിൻ്റ് ആവുന്നുണ്ട്. നാളൊരു ഹെഡ് ഇവിടെ അഴിച്ച് ഫുള്ള് വാൽവൊക്കെ മാറ്റി ഇതിൻ്റെ പാക്കിങ്ങുകളും കാര്യങ്ങളും കംപ്ലീറ്റ് മാറ്റി വന്നപ്പോൾ 9 രൂപയോളം വന്നു. 8 രൂപ 9 രൂപയോടെ നമ്മൾ ഹെഡ് പണി എടുക്കുന്നതിനാണ്. ഇൻഡസ്ട്രി ചാർജും എല്ലാം കൂടെ വരുമ്പോൾ ടൈം ബെൽറ്റൊക്കെ മാറ്റി അതിൻ്റെ വാട്ടർ പമ്പ് പോയതായിരുന്നു. എന്നിട്ട് ഹീറ്റായിട്ട് വണ്ടിയുടെ ഹെഡ് വെൻ്റായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു മേജർ പണി വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല. ഈ 2 കേസാണ് മെയിനായിട്ട് വരല്. ഇത് പിന്നെ വെള്ളത്തിൻ്റെ കേസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൂളൻറ്റും കാര്യങ്ങളും ആക്കി ക്ലിയറാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1.5 കോടി വണ്ടികൾ നമ്മൾ സ്ഥിരം ഇവിടെ പണിയെടുക്കുന്നതാണ്. ഒരു കുഴപ്പമില്ലാതെ ഒരു കംപ്ലയിൻസ് കാര്യങ്ങളൊന്നും വരില്ല. 1.5 ലക്ഷത്തിലൊക്കെ ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. ഹെഡൊന്നും കംപ്ലയിൻറ്റ് വരലില്ല. നമ്മൾ കൊണ്ടുനടക്കുന്ന പോലെ ഇത് പച്ചവെള്ളമായിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറാണ്. ഇതിൻ്റെ പവർ സ്റ്റിയറിങ് പോകില്ല, റാക്ക് പോകില്ല. പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ ചിലതിന് ഇവിടെ ഓയിൽ ലീക്ക് വരലുണ്ട്. അതാണ് മെയിനായിട്ടൊരു കംപ്ലയിൻസ് സ്പാർക്കിന് കാണല്. പിന്നെ റാക്ക് കംപ്ലയിൻ്റ് ആവില്ല. ഓയിൽ പവർ സ്റ്റിയറിംഗ് ആണെങ്കിലും റാക്കിന് അങ്ങനെ കംപ്ലയിൻസ് ഒന്നും വരില്ല. അപ്പോൾ അത് രണ്ടും അതാണ് മേജറായിട്ട് കംപ്ലയിൻസ് വരിക. ഹെഡൊന്നും പിന്നെ അങ്ങനെ കംപ്ലയിൻസ് വരലില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെള്ളമൊക്കെ നോക്കി ക്ലിയറാക്കി കൊണ്ടുനടക്കുന്ന വണ്ടിക്കൊന്നും അങ്ങനെ കംപ്ലയിൻറ്റ് വരില്ല. ഇഗ്നിഷൻ കോയിലും ഇതിൻ്റെ ത്രോട്ടൽ ബോഡി ഈ സാധനം രണ്ടുമാണ് മെയിൻ കോസ്റ്റുള്ള കംപ്ലയിൻറ്റ് വരല്. പിന്നെ ഇതിനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷെവർലൈറ്റ് അത്ര ഹെവി ആയിട്ട് ഇറക്കിയൊരു വണ്ടിയല്ല ഇത്. എന്താ പറയുക, ഹെവി ബോഡി അല്ല ഇതിൻ്റെ. അതായത് റെസ്റ്റും കാര്യങ്ങളും കയറാനുള്ള ഇത് കൂടുതലായിന്. അപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ക്ലീൻ പീസ് ആണോ നോക്കുക, അണ്ടർ ബോഡി നോക്കുക കണ്ണിങ്ങായിട്ട്. ഇന്നാളൊരു വണ്ടി ഇവിടെ വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഈ സാധനത്തിനുള്ളിൽ വെള്ളം കെട്ടി നിന്നിട്ട് എന്താക്കി അവിടെ തുരുമ്പായിട്ട് ഉള്ളിലോട്ട്, അതായത് നമ്മുടെ ഉൾഭാഗത്തോട്ട് വെള്ളം ഇറങ്ങിയിട്ട് ഡാഷ്ബോർഡൊക്കെ അയച്ച് അതിൻ്റെ അടിയൊക്കെ ഫുള്ള് വെൽഡ് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നം വരലുണ്ട്. പിന്നെ ക്ലച്ച് ടൈറ്റ് വരലുണ്ട്. ക്ലച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ ഒരു 4500 രൂപ ടു 5 രൂപ ചോടെ വരുള്ളൂ ക്ലച്ച് ഡിസ്കും കാര്യങ്ങളും. പിന്നെ ക്ലച്ച് ടൈറ്റ് വരുന്നൊരു കംപ്ലയിൻറ്റ് ഇതിന് കൂടുതൽ കാണിക്കുന്നുണ്ട്. കൂടുതലും കേബിൾ കൊടുക്കുന്ന ആ സ്ഥലം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ആ കേബിളിൻ്റെ ആ 2 ബോൾട്ടാണ് അവിടെ കാണുന്നത്. ആ കേബിൾ കൊടുക്കുന്ന സ്ഥലം പൊട്ടലുണ്ട്, ബോഡി പൊട്ടിപ്പോവും. അങ്ങനെ എന്താ കറക്റ്റ് പൊസിഷൻ അല്ലാണ്ട് കേബിൾ ടൈറ്റ് വരലും കാര്യങ്ങളും അങ്ങനെയുള്ള കംപ്ലയിൻ്റ് ഇല്ല. അത് പറഞ്ഞാൽ കുറച്ച് ലൈറ്റർ ബോഡിയാണ്. സാധാരണ ഒരു വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലൈറ്റർ ബോഡിയാണ്. അപ്പോൾ എന്താക്കുക, ബോഡിയും കാര്യങ്ങളും കണ്ണിങ് ആയിട്ട് നോക്കുക, എന്നിട്ട് എടുക്കുക. ബോഡിയും കാര്യങ്ങളും കണ്ണിങ് ആണെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പറ്റും. ഷെവർലൈറ്റിന്റെ അത്യാവശ്യം നല്ലൊരു വണ്ടി. ഒരുവിധം ഈ 2 മെയിൻ്റെനൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വലിയ മെയിൻ്റെനൻസ് ഫ്രീ പോലെ ഇറങ്ങിയ വണ്ടിയാണ്. ഈ 2 സംഭവത്തിന് അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും ഒരു LT വണ്ടിക്കൊക്കെ 90 രൂപയ്ക്ക് 2011 വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും അത്യാവശ്യമൊക്കെ ഉള്ള വണ്ടിയാണ്. 2011 അത്രയും വിലക്ക് കിട്ടുന്നതെന്ന് ഓർക്കണം. ആ വണ്ടി അത് ഷെവർലൈറ്റിന്റെ ഈ സ്പാർക്ക് മാത്രമേ കിട്ടുള്ളൂ. വേറൊരു വണ്ടി അത്രയും പ്രൈസ് ചീപ്പായിട്ട് കിട്ടുന്നില്ല എന്നാണ്
എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഷെവർലൈറ്റിന്റെ ഒരു ആവറേജ് ഒരു ചെറുകിടക്കാരന് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയിൽ ഈ വണ്ടി നമുക്ക് എടുക്കാം. സ്പാർക്ക് നമുക്ക് കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു വണ്ടിയാണ്. അക്കാര്യത്തിൽ വലിയ മെയിൻ്റെനൻസ് വരില്ല. ഈ 2 കേസിൽ മാത്രമേ ഇതിന് മെയിൻ്റെനൻസ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരുവിധപ്പെട്ട സ്പാർക്കിന്റെ കേസുകളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. താങ്ക് യു. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു, എടുക്കാൻ പറ്റിയ, ചെറുകിടക്കാരന് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഓക്കെ, താങ്ക് യു.